കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഞാൻ വയസ്സായ ഒരു മുത്തച്ഛനും മുത്തശ്ശിയുള്ള വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ ഞാൻ പോവാറുണ്ട്. 94 വയസ്സും 84 വയസ്സുമായി അവർക്ക്. അപ്പം കണ്ണ് ശരിക്ക് കാണാത്ത കാരണം കൊണ്ട് അവർക്കിപ്പോൾ പുസ്തകങ്ങളൊന്നും വായിക്കാൻ വയ്യ. എന്നാൽ മറ്റേത് രാമായണം പോലുള്ള ഗ്രന്ഥങ്ങളെല്ലാം വായിച്ചിരുന്നതാണ്. ഇപ്പോൾ ഒന്നും അവർക്ക് കണ്ണ് കാണാത്ത കാരണം വായിക്കാൻ പറ്റണില്ല. പിന്നെ ചെവി കേൾക്കാത്ത കാരണം അവർക്ക് ടി വി വെക്കാൻ നിർത്തി. ടി വി വെച്ച് എന്തെങ്കിലും കാണട്ടെ വെച്ചാലും പറ്റില്ല. അപ്പോൾ അവരുടെ ആ ഒരു എന്നിട്ടും അവരെത്ര ഹാപ്പിയാണ്. അപ്പം ഞാൻ ഇങ്ങനെ നോക്കി 7 മണി അല്ല 6 മണിയായി കഴിഞ്ഞപ്പോഴേക്കും ഓടിപ്പോയിട്ട് അയ്യോ വിളക്ക് കത്തിക്കാറായി പറഞ്ഞു വിളക്ക് കത്തിക്കാൻ നിൽക്കണു. ഈ വിളക്ക് കത്തിക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരു കൊള്ളി ഉരച്ചു കത്തണില്ല, 2 കൊള്ളി ഉരച്ചു കത്തണില്ല, അങ്ങനെ 10-15 പ്രാവശ്യം കൊള്ളികൾ ഉരച്ചിട്ടാണ് ആ ദീപം തെളിയിക്കാൻ. കയ്യിന് ബലം കുറഞ്ഞിരിക്കണമല്ലോ, അത് കാരണം കൊണ്ട് ആ തീ കത്തണത്. എന്നിട്ടും എത്ര ഒരു മടിയും കൂടാതെ എത്ര ആത്മാർത്ഥതയോടെ അവർ ആ ദീപം തെളിയിക്കണത് എന്നുള്ളത് ഞാൻ കണ്ട് നിന്ന് പോയിന്ന്. എന്തൊരു അവരുടെ ആ ഒരു ചെയ്യലിൻ്റെ 1 പോട്ടെ 2 പോട്ടെ, ഒരു തീപ്പെട്ടി മൊത്തം കഴിഞ്ഞിട്ടാണ് ചില സമയത്ത് അവർക്ക് ദീപം കത്തിക്കാൻ പറ്റണത് തന്നെ. അപ്പം ഞാൻ അങ്ങനെ വിചാരിക്കും, ചിലവരൊക്കെ ദീപം കത്തിക്കുമ്പോൾ കാണാം 7 മണിയായി അയ്യോ ഇനിയിപ്പോൾ കത്തിക്കാൻ പാടില്ല എന്നും പറഞ്ഞ് തിരി താഴത്തേക്ക് വലിച്ച് കെടുത്തണത്. എന്തിനാ അങ്ങനെ കെടുത്തണത്? ആ എണ്ണ കഴിയണവരെ ആ ദീപം കത്തിയിരുന്നാൽ എന്താ പ്രശ്നം വരിക എന്ന് എനിക്കറിയില്ല. ഭഗവാൻ എന്തെങ്കിലും ചെയ്യുമോ നമ്മളതിനെ ഭഗവാന്റെ മുന്നിൽ ദീപം കത്തിയിരുന്നു കഴിഞ്ഞാൽ? വെറുതെ ഓരോ തെറ്റിദ്ധാരണകളാണ് അതൊക്കെയെന്ന്. ഞാനൊക്കെ ഇപ്പോൾ വ്രത ദിവസം തിങ്കൾ വ്യാഴം അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ ഒരിക്കൽ ദിവസമൊക്കെ രാവിലെ കത്തിച്ച ദീപം രാത്രി വരെ അതിരുന്ന് കത്തും. നമ്മൾ എന്താ അങ്ങനെ നമുക്ക് കത്തിക്കാൻ പറ്റുമ്പോഴൊക്കെ നമ്മൾ കത്തണം, രാവിലെ കത്തിക്കണം. നമ്മൾ അങ്ങനെ ആ ഒരു വയസ്സ് ഇത്രയും വയസ്സ് വന്നിട്ടും അവർക്ക് ആ ദീപം കത്തിക്കാനുള്ള ആഗ്രഹം, അവരത് ഇങ്ങനെ ഒരു മടിയും കൂടാതെ ഒരു തീപ്പെട്ടി കഴിയുന്നവരെ കത്തിക്കാൻ പറ്റണില്ല ചാലും അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കണമെന്ന്. അപ്പോൾ അതെനിക്ക് കണ്ടപ്പോൾ എനിക്കത് പറയണം തോന്നി. വല്ലാത്തൊരു അതിശയം തോന്നി എനിക്കത് കണ്ടു കഴിഞ്ഞപ്പോൾ ആ സന്ധ്യ നേരത്ത്. പിന്നെ നമ്മൾ ചെല്ലണതൊക്കെ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. എന്താണെന്ന് വെച്ചാൽ ഈ വയസ്സായവർക്ക് വർത്തമാനം പറയാൻ ആരെങ്കിലും ചെല്ലുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. ഇടയ്ക്ക് ഞാൻ പോവാറുണ്ട്, സമയം കിട്ടുമ്പോൾ പോവാറുണ്ട്. അപ്പോൾ നമുക്ക് സൂര്യൻ ഉദിച്ച പോലെയാണ് അവരുടെ മുഖത്ത് നമ്മൾ കയറി ചെല്ലുമ്പം അവർക്കുള്ള സന്തോഷം. എന്താ പറയണത്, നമ്മൾ പറയണത് ചിലപ്പോൾ അവർക്ക് കേൾക്കില്ല. അപ്പോൾ എന്നാലും വേണ്ടില്ല, എന്തൊക്കെയോ അവർ പറയും, നമ്മളൊക്കെ തലാട്ടും കേൾക്കും. അത്ര നേരം അവരുടെ കൂടെ ടൈം കളഞ്ഞിരുന്ന് പോരുമ്പോൾ വളരെ സന്തോഷം നമുക്കും കിട്ടും അവർക്കും കിട്ടും. പിറ്റത്തെ 2 ദിവസം കഴിയുമ്പോഴേക്കും കുട്ടി നീ വന്നില്ലല്ലോ എന്നുള്ളത് ആ ഒരു പറയലും. അപ്പോൾ നമുക്കെപ്പോഴും വയസ്സായവർക്ക് വേണ്ടി കുറച്ച് സമയം കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്. പിന്നെ ഞാൻ ഈ ദീപത്തിൻ്റെ കാര്യവും ഞാൻ ചിന്തിച്ചു. എന്താ കാരണം വെച്ചാൽ എനിക്കത് പറയണമെന്ന് തോന്നി. എന്താണെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു ആത്മാർത്ഥത, ഇത്ര വയസ്സായിട്ടും ഭഗവാന് ദീപം കത്തിക്കാനുള്ള ആ ഒരു ആത്മാർത്ഥത കണ്ടപ്പോൾ എനിക്കതും പറയണം തോന്നി. പറയാം, എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നമുക്ക് അതേ പറയാൻ പറ്റൂ. നാമം ജപിക്കുക, എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നമുക്ക് നാളെ മറ്റന്നാൾ പറഞ്ഞിരിക്കാനൊന്നും പറ്റില്ല. എന്താ കാരണം വെച്ചാൽ ഇപ്പം നമ്മൾ എന്ത് ചെയ്യണോ അത് തന്നെ നമുക്ക് എത്ര നാമം ജപിക്കാൻ പറ്റണോ അത് തന്നെ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഓരോ ദിവസവും നമുക്ക് വിലപ്പെട്ടതാണ്.